എല്ലാവരും പെർഫോമൻസ്, നവ്യയുടെ മാത്രമല്ല എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. നവ്യ വളരെ പ്രൂഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചെറിയ ക്യാരക്ടർ ചെയ്ത ആൾക്കാർ പോലും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ കണ്ടു, വളരെ രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് റൈറ്ററും എന്താ പറയുക സംവിധായകമായിരിക്കും ജെൻറ്റീന എന്ന് തെളിയിച്ചിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. യെസ്, ആയിട്ടുള്ള മൂവി തന്നെയാണ്. ആൻഡ് നവ്യ ചേച്ചി, സൗമിനിക സർ, എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് മൂവി ചെയ്തിട്ടുണ്ട്. നവ്യ ചേച്ചിയൊക്കെ കുറെ നാൾക്ക് ശേഷമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട്. അതെ അതെ, ദെൻ പ്രത്യേകിച്ച് ഫീമെയിൽ ഒരു കോപ്പായിട്ടൊക്കെ വരുന്ന മൂവീസ് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ അത് ഗെറ്റപ്പിലും എല്ലാത്തിലും ജസ്റ്റിസ് ചെയ്തുകൊണ്ട് ചേച്ചി ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. നല്ല സിനിമയായിരുന്നു. നല്ല സസ്പെൻസ് ത്രില്ലറായിരുന്നു, അടിപൊളിയായിട്ട് ചേച്ചി ഭയങ്കര അടിപൊളി. അവരുടെ അവർ തമ്മിലുള്ള റിലേഷനൊക്കെ ഭയങ്കര നന്നായിട്ട് ഭയങ്കര സ്വീറ്റായിട്ട്. അതൊക്കെ വെൽ അവർ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് തന്നെ അത് വെൽ കൺവേർഡ് ആയിരുന്നു. നവ്യ ചേച്ചി സൗമിക തമ്മിലുള്ള റിലേഷനൊക്കെ ഭയങ്കര സ്വീറ്റായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. നല്ല മൂവിയായിരുന്നു. നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൗമിനിക, പിന്നെ അന്നിയ, എല്ലാവരും. പിന്നെ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് ഒരു വുമൺ ആണ് ഇതിൻ്റെ ഡയറക്ടർ എന്നുള്ളതാണ്. വുമൺസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനത്തെ നല്ല നല്ല പടങ്ങൾ വരട്ടെ. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാം. നല്ലൊരു ത്രില്ലർ സബ്ജക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് ചേച്ചിയോട് പറയായിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. കാരണം യൂണിഫോമിൽ വരുമ്പോൾ തന്നെ ഓരോ സല്യൂട്ട് അടിക്കുമ്പോൾ തന്നെ അതിന് ഭയങ്കര ഒരു കറക്റ്റ് ഒരു പോലീസാണ് നമുക്ക് ഫീൽ ചെയ്യും. സോ എനിക്ക് ചേച്ചിയുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട്. കാരണം ആദ്യം അവർ തമ്മിലൊരു കീരിപ്പാവാണ്, പിന്നെ അവർ ചേഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ത്രില്ലറാണ്. നമുക്ക് കിട്ടിയൊരു എനർജി അത് ആക്ച്വലി ഇതിന് വേറെ റോളിന് വേണ്ടിയായിരുന്നു വിളിച്ചത്. ആ സമയത്ത് വേറെ ഷൂട്ടാണ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ചെയ്തപ്പോൾ രസം എന്താ വെച്ചാൽ അങ്ങനെ കാണില്ലല്ലോ സ്ത്രീകളെ ഫോറസ്റ്റ് ഓഫീസർ. അങ്ങനെയല്ല, എപ്പോഴും ഈ ഫോറസ്റ്റുകാരും പോലീസുകാരും നമുക്കൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരാറുണ്ട്. അപ്പോ ആ ഒരു സ്പേസിലാണ് അല്ല